ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ സേതുവും അതുപോലെ പല്ലവിയും കൂടി ചേർന്ന് വിവാഹമൊക്കെ നടത്തി അമ്മയുടെയും അതുപോലെ തന്നെ ഋതിക എന്ന് പറയുന്നവളും സ്വാതി എന്ന് പറയുന്നവളും ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടും അവരുടെ തൻ്റെ ഇടത്തെ അല്ലെങ്കിൽ അഹങ്കാരത്തെയൊക്കെ തച്ചുടച്ചുകൊണ്ട് അച്ചുവിനെയും ഹരിയെയും കൊണ്ട് വീടിനകത്തേക്ക് കയറിയ സേതുവിൻ്റെ ആ ഒരു ധൈര്യവും ഇതെല്ലാം കണ്ടിവരിങ്ങനെ അന്താളിച്ച് നിൽക്കുക. അപ്പോൾ ഈ അവകാശമുള്ളത് കൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും പൂർണ്ണിമയ്ക്ക് പറയാനായിട്ട് പറ്റുന്നില്ല. പക്ഷെ പല്ലവിയോട് ഇപ്പോഴും പൂർണ്ണിമയ്ക്ക് ദേഷ്യവും ഇല്ല. അങ്ങനെ അകത്ത് കയറി കഴിഞ്ഞിട്ട് അമ്മയും മക്കളും കൂടെ അവിടെ ഇരുന്ന് ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ അച്ഛൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണിത്. അച്ഛൻ്റെ കയ്യിൽ നിന്ന് വന്നതിനെല്ലാം നമ്മളാണ് അനുഭവിക്കേണ്ടി വന്നത്. അച്ഛൻ ഇതൊന്നും കാണുകയും കേൾക്കുകയും വേണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഋതുക ഇങ്ങനെ മാക്സിമം എരിവ് കുറ്റിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ ഈ പൂർണ്ണിമയെ. ഒപ്പം പ്രതാപനുമുണ്ട്. എന്നാലും എൻ്റെ ചേച്ചി ഇതുപോലൊരു വലിയ ചതി നടക്കുമെന്ന് ആരെങ്കിലും കരുതിയോ? എങ്ങനെയെങ്കിലും അച്ചുവിൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഹരി കെട്ടിയ താലി ഇല്ലാതാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അച്ചുവിനെ നിഖിലിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതാപൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പ്രതാപൻ എന്നിട്ട് ആ വഴിക്കുള്ള പരിപാടികളാണ് പൂർണ്ണിമയെ കൊണ്ട് ചെയ്യിക്കാൻ നോക്കുന്നത്. ഒരു കാരണവശാലും ഹരിയും അതുപോലെ അച്ചുവും ഒന്നിക്കാൻ പാടില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവറ്റകളെല്ലാം കൂടി ഇങ്ങനെ സംഘം ചേർന്നിരുന്ന് പൂർണ്ണിമയുടെ ചെവി തുളച്ചങ്ങ് കയറ്റി വെച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ കേട്ട് പൂർണ്ണിമ ഇങ്ങനെ വല്ലാതായിട്ട് ഇങ്ങനെ ഇരിക്കും, ആലോചനയും കലിപ്പും ദേഷ്യവും വിദ്വേഷവും ഒക്കെ ആയിട്ട്. ഈ സമയത്താണ് നമ്മുടെ സേതു റൂമിലേക്ക് ചെല്ലുന്നത്. സേതു റൂമിലേക്ക് ചെന്നിട്ട് ആകെ സമാധാനം നഷ്ടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. സേതുവിൻ്റെ ഉള്ളിൽ അച്ഛൻ കൊടുത്ത ധൈര്യവും അതുപോലെ തന്നെ ശരിയെന്നുള്ള കാര്യം ചെയ്തതിൻ്റെ ഇതൊക്കെ ഉണ്ടെങ്കിലും അമ്മ ഇങ്ങനെയൊക്കെ പെരുമാറിയതിൻ്റെ ആ ഒരു ഇത് വല്ലാത്തൊരു വിഷമത്തിലാണ് നമ്മുടെ സേതു ഇരിക്കുന്നത്. അങ്ങനെ സേതു കഴിഞ്ഞത് ഓരോന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ കുറുപ്പമാവൻ അങ്ങോട്ടേക്ക് കയറി ചെന്നു. മോനെ സേതു എന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴത്തേക്കും കുറുപ്പമാവ, ഞാനിനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. നീ ചെയ്തതാണ് 100% ശരി. ഇത് നമ്മുടെ മാധവൻ്റെ ആത്മാവിൻ്റെ തീരുമാനം കൂടിയായിരുന്നു. അതാണ് ഇതിങ്ങനെയൊക്കെ സംഭവിച്ചതെന്നും അച്ചുവിൻ്റെ ജീവിതം സുരക്ഷിതമായ കൈകളിൽ നിനക്ക് ഏൽപ്പിക്കാൻ കഴിഞ്ഞതെന്നും കുറുപ്പമാവൻ പറയുക. പക്ഷേ കുറുപ്പമാവ, അമ്മ അതൊന്നും മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ പൂർണ്ണിമ ഇപ്പോൾ കാണിച്ചു വന്നു, നീ കണക്കാക്കണ്ട. പൂർണ്ണിമ പതുക്കെ ഇതൊക്കെ മറക്കും, അല്ലെങ്കിൽ സത്യങ്ങളെല്ലാം തിരിച്ചറിയും. അന്ന് പൂർണ്ണിമ നിന്നെ സ്നേഹിച്ച് തുടങ്ങുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സേതു പറഞ്ഞു, എനിക്ക് തോന്നുന്നില്ല കുറുപ്പമാവ ഇനി ഒരിക്കലും പഴയതുപോലെ അമ്മ എന്നെ സ്വീകരിക്കുമെന്നോ അല്ലെങ്കിൽ മകനായി കണ്ട് സ്നേഹിക്കുമെന്നോ യാതൊരു പ്രതീക്ഷ എനിക്കില്ല എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ പല്ലവി അങ്ങോട്ടേക്ക് കയറി വരുന്നതും ഇവർ തമ്മിലുള്ള സംസാരം കേൾക്കുന്നതും. അപ്പോൾ കുറുപ്പമാവൻ പറഞ്ഞു, നീ അങ്ങനെ ഓർത്ത് വിഷമിക്കേണ്ട, അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല. അവർക്ക് നിന്നെ തള്ളിക്കളയാൻ പറ്റത്തില്ല. നീയായിരുന്നു ശരിയെന്ന് പൂർണ്ണിമ ഇന്നല്ലെങ്കിൽ നാളെ തിരിച്ചറിയും. അന്ന് ഈ പറഞ്ഞതിനും ചെയ്തതിനും എല്ലാം പൂർണ്ണിമ നിന്നോട് ക്ഷമ ചോദിക്കുന്ന ഒരു സമയം വരും മോനെ. നീ അതോർത്ത് ധൈര്യമായിട്ടിരിക്കുന്നു പറഞ്ഞുകൊണ്ട് സേതുവിനെ പറഞ്ഞ് സമാധാനിപ്പിക്കുക. അപ്പോഴേക്കും നമ്മുടെ പല്ലവി അകത്തേക്ക് കയറി വന്നിട്ട് കുറുപ്പമാവ, ഞാനാണ് ഇതിനൊക്കെ കാരണമെന്നും ഞാനാണ് ഈ വിവാഹം നടത്തിയതെന്നുള്ള കാര്യം അമ്മയോട് പറയട്ടെ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോൾ അതല്ലേ സത്യം. അങ്ങനെ വരുമ്പോൾ അമ്മയ്ക്ക് സേതുവേട്ടനോടുള്ള ദേഷ്യവും കലിപ്പും ഒക്കെ കുറയുമല്ലോ എന്നും പറഞ്ഞു. എന്താ സേതുവേട്ടാ, ഞാനത് അമ്മയോട് പറയട്ടെ എന്ന് ചോദിച്ചപ്പം താൻ എന്തിനാ അത് പറയുന്നത്? താനത് പറഞ്ഞാലും അമ്മ അത് വിശ്വസിക്കാനൊന്നും പോകുന്നില്ല. അതുകൊണ്ട് താനിപ്പോൾ ഒന്നും പറയാനും നിൽക്കണ്ടെന്ന് പറഞ്ഞു. താൻ പറയുന്നത് കൊണ്ട് ഒരിക്കലും താൻ ഉദ്ദേശിക്കുന്ന ഒരു നന്മ ഉണ്ടാകാൻ പോകുന്നില്ല. അമ്മയുടെ മനസ്സിൽ ഇപ്പോഴും ഞാനാണ് കുറ്റക്കാരൻ, അത് അങ്ങനെ തന്നെ നിന്നോട്ടെ. താൻ അമ്മയുടെ മുന്നിൽ ചീത്തയാവണ്ടെന്നും പറഞ്ഞു. അപ്പോഴേക്കും കുറുപ്പമാവനും പറഞ്ഞു, അതെ സേതുവാണത് ചെയ്തതെന്നുള്ള ഇതിൽ തന്നെ ഇരുന്നോട്ടെ, മോളൊരിക്കലും അത് ഏറ്റെടുക്കാൻ പോകണ്ടാന്ന്. പൂർണ്ണിമ ഇതൊക്കെ തിരുത്തി നിങ്ങളോട് ക്ഷമ പറഞ്ഞു വരുന്ന ഒരു സമയം വരും. പൂർണ്ണിമ ഇപ്പം ഈ കാണിക്കുന്നതൊക്കെ മനസ്സിൻ്റെ വിഷമമാണെന്നൊക്കെ പറഞ്ഞ് കുറുപ്പമാവൻ ഇങ്ങനെ പറഞ്ഞു. എന്തിനും ഏതിനും ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞിട്ട് കുറുപ്പമാവൻ എന്നിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുക കേട്ടോ. കുറുപ്പമാവൻ അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും പല്ലവിക്കാണെങ്കിൽ ഭയങ്കര സങ്കടം. സേതുവേട്ടാ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ചോദിച്ചു. ആ സമയത്ത് സേതു ആണെങ്കിൽ എനിക്കറിയില്ല പല്ലവി എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. എന്തായാലും ഇത് കഴിഞ്ഞ് സേതു പുറത്തേക്ക് ഇറങ്ങി പോവാ കേട്ടോ. സേതു പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഈ സമയത്ത് നമ്മുടെ പല്ലവിയും പിന്നാലെ ചെന്നു. അവർ രണ്ടുപേരും കൂടി എന്നിട്ട് അവിടെ നിന്നിങ്ങനെ ഇനിയുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ സേതുവും പല്ലവിയും കൂടി അമ്മയുടെ വെറുപ്പിനെ പറ്റിയും അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് നടക്കാൻ പോകുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞിട്ട് സങ്കടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് സത്യങ്ങളെല്ലാം അമ്മ മനസ്സിലാക്കുന്ന ഒരു സമയം വരും. അന്ന് ഈ എന്നെ മകനെ എന്ന് വീണ്ടും വിളിക്കാൻ അമ്മയ്ക്ക് കഴിയട്ടെ എന്നങ്ങനെ സേതു പല്ലവിയോട് പറയാം. അപ്പോൾ പല്ലവി പറഞ്ഞു, സേതുവേട്ടൻ ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട, തീർച്ചയായിട്ടും ഈ മകനെ അമ്മ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും. അതിന് അധിക നാളൊന്നും കാത്തിരിക്കേണ്ടി വരില്ല. സേതുവേട്ടനായിരുന്നു ശരിയെന്നും അച്ഛൻ്റെ ജീവിതം സുരക്ഷിതമായ കൈകളിലാണ് എത്തിയിരിക്കുന്നതെന്നും പൂർണ്ണിമ അമ്മ തിരിച്ചറിയുന്ന സമയം വരും സേതുവേട്ടൻ അതോർത്ത് വിഷമിക്കുകയേ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പല്ലവി സർവ്വ ധൈര്യവും കൊടുക്കുവാണ്. അങ്ങനെ പല്ലവിയും സേതുവും കൂടി ഈ കാര്യമൊക്കെ സംസാരിച്ചു. അതിനുശേഷം പല്ലവിയോട് പോയി ഉറങ്ങിക്കൊള്ളാനായിട്ട് സേതു പറഞ്ഞു.
അപ്പോൾ അങ്ങനെ കിടന്ന് എങ്ങനെ നമ്മൾ ഉറങ്ങുന്നത്? ഇന്ന് അച്ചുവിൻ്റെയും അതുപോലെ ഹരിയുടെയും ഫസ്റ്റ് നൈറ്റ് അല്ലേ, അപ്പോൾ അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണ്ടേന്ന് ചോദിച്ചു. അതൊക്കെ ഇവിടെ അമ്മ സമ്മതിക്കുമെന്ന് അറിയില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ നമ്മുടെ സേതു പറഞ്ഞപ്പോൾ അമ്മ സമ്മതിച്ചാലും സമ്മതിച്ചില്ലെങ്കിലും നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് പല്ലവി പറയാം. അങ്ങനെ അതിനുള്ള തയ്യാറെടുപ്പുകളും കാര്യങ്ങളും നടത്താനായിട്ട് സേതുവും പല്ലവിയും തീരുമാനിക്കുന്നു. സർവ്വ വെല്ലുവിളികളും നേരിട്ടുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യണമെന്നും സേതു പല്ലവിയും തീരുമാനിക്കുക. അതായത് അച്ചുവിനും അതുപോലെ ഹരിക്കും അവർ മാത്രമേ ഉള്ളൂ, താങ്ങായും തണലായും അവരെ സംരക്ഷിക്കാനും ഇവർ മാത്രമേ ഉള്ളൂ എന്നുള്ള ഉത്തമ ബോധ്യം ഇവർക്കുള്ളത് കൊണ്ട് ഇവരിങ്ങനെ നിൽക്കുക കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിലോ സേതുവും പല്ലവിയും തീരുമാനിച്ചതുപോലെ അവരുടെ മുറി ഒരുക്കാനും ഒക്കെ ആയിട്ടുള്ള പരിപാടികളും കാര്യങ്ങളും ഇവർ ഈ സമയത്ത് നമ്മുടെ സേതു ഇങ്ങനെ അകത്ത് പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇറങ്ങി വരിക. അപ്പോൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇറങ്ങി വന്നു. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ അതിലൊന്നും ഹരിയെ കണ്ടില്ല. ഹരിയെ തപ്പി നടക്കും കേട്ടോ. ഹരി അതിൽ പോയി എന്ന് ഓർത്തിട്ടൊരു അല്ലാത്തൊരിതിന് ഹരി അങ്ങനെ ഇറങ്ങിപ്പോയോ അങ്ങനെയൊക്കെ ഒരു പേടി വേഗം സേതുവിനൊന്ന്. സേതു എന്നിട്ട് ഇങ്ങനെ പൊന്നുമട മൊത്തം തെരഞ്ഞു നടക്കുക. അങ്ങനെ തെരഞ്ഞു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പുറത്ത് ആകാശത്തേക്ക് നോക്കി ഒറ്റയ്ക്കിരിക്കുന്ന ഹരിയെ കാണുന്നത്. ഹരിയെ കണ്ടപ്പോഴത്തേക്കും ഹരി എന്നും പറഞ്ഞ് വിളിച്ചു. ഹരി തിരിഞ്ഞു നോക്കി. ഇതെന്താ നീ ഇവിടെ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പിന്നെ എന്താ സേതുവേട്ടാ ചെയ്യേണ്ടതെന്ന് ഹരി അന്നേരം ചോദിക്കാം. നീ മുറിയിൽ പോയിരിക്കുക, നീ എന്താ ഈ രാത്രി ഇവിടെ വന്നിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഏത് മുറിയിലാണ് സേതുവേട്ടാ ഞാൻ പോയിരിക്കേണ്ടതെന്ന് ചോദിച്ചു. ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഈ ആകാശത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു ശാന്തതയാണെന്നും അല്ലെങ്കിലും ജീവിതത്തിൽ എന്നും ഒറ്റപ്പെട്ടു പോയവനല്ലേ ഞാനെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഹരി ഇങ്ങനെ തൻ്റെ മനസ്സിലെ സങ്കടങ്ങളൊക്കെ സേതുവിനോട് പറയുമ്പോൾ നീ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവനാണെന്ന് ആരാടാ പറഞ്ഞത്? നിനക്ക് ഈ ഞാനില്ലേ എന്ന് ചോദിച്ചു. സേതുവേട്ടനായിരുന്നു എൻ്റെ ധൈര്യമെന്നും സേതുവേട്ടന് വേണ്ടിയിട്ടാണ് ഹരി ഇന്ന് വരെ ജീവിച്ചിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹരി ഇങ്ങനെ തൻ്റെ ഉള്ളിലെ സങ്കടങ്ങളൊക്കെ ഇങ്ങനെ പറയുക. പിന്നെ ഇപ്പോൾ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. ഇപ്പോൾ ഒരേ ഒരു സംശയം മാത്രമേ എനിക്കുള്ളൂ. ഇപ്പം നീ ഒറ്റയ്ക്കല്ല, നിനക്ക് ഇഷ്ടംപോലെ ബന്ധുമിത്രാദികളൊക്കെ ഇല്ലേ, ഒരു ഭാര്യ ഇല്ലേ എന്നൊക്കെ സേതു ഇങ്ങനെ ചോദിക്കുക. എല്ലാവരും ഉണ്ട്, എനിക്കെല്ലാവരും ആയി. പക്ഷേ ഒരൊറ്റ ചോദ്യം മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. എന്നെപ്പോലെ ഒരുത്തൻ, അതായത് ഈ പൊന്നുമ്പടത്തിൻ്റെ സംബന്ധക്കാരനാകാൻ യോഗ്യനാണോ എന്ന്. എന്ത് യോഗ്യത സേതുവേട്ടാ എനിക്കുള്ളത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നീ ഒരാണല്ലേ, അത് തന്നെയാണ് യോഗ്യത. നട്ടലുള്ള ഒരാണിൻ്റെ യോഗ്യത എന്തോ അത് നിനക്കുണ്ടെന്ന് പറഞ്ഞു. അന്തസ്സായ നിൻ്റെ ഭാര്യയെയും കുടുംബത്തെയും പോറ്റാൻ കഴിവുള്ളവനാണ് യഥാർത്ഥ യോഗ്യനെന്നും പറഞ്ഞ് സേതു ഇങ്ങനെ നമ്മുടെ ഹരിയെ സമാധാനിപ്പിക്കുക. സേതുവേട്ടൻ എന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നത് അതൊക്കെയെന്നും പറഞ്ഞുകൊണ്ട് ഹരി ഇങ്ങനെ പറയുമ്പോൾ എന്താ നീ ആണല്ലേ എന്ന് ചോദിച്ചു. നിനക്ക് നട്ടലില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെയൊക്കെ സേതു ഇങ്ങനെ ഹരിയെ പല വഴിക്ക് പറഞ്ഞ് തിരുത്തി മനസ്സിനെ സമാധാനിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കാം. ഹരി അവിടെ പതറിപ്പോയാൽ തീർന്നില്ലേ, അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാനായിട്ട് പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് സേതു ഇങ്ങനെ ഹരിയെ ബൂസ്റ്റ് ചെയ്ത് ഇങ്ങനെ നിർത്തിയിരിക്കുക. അപ്പോൾ സേതു പറയുന്ന ഓരോ വാക്കുകളിലും ഹരിക്ക് ഒരുപാട് സമാധാനം കിട്ടുന്നുണ്ട്. അങ്ങനെ സേതുവേട്ടാന്നും പറഞ്ഞ് വിളിക്കുമ്പോഴത്തേക്കും ധൈര്യമായിട്ടിരിക്കടാ, നിൻ്റെ സേതുവേട്ടനല്ലേ പറയുന്നത്, നിൻ്റെ സേതുവേട്ടനല്ലേ നിൻ്റെ കൂടെയുള്ളത്. ഈ സേതുവേട്ടനും നിന്നെ സ്നേഹിക്കാൻ അറിയുന്ന നിൻ്റെ അച്ചുവും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ നീ എന്തിനാടാ വിഷമിക്കുന്നത്, നീ ഒരിടത്തും തോറ്റു പോയില്ല എന്നും പറഞ്ഞ് സേതു ഇങ്ങനെ ഹരിയെ കെട്ടിപ്പിടിക്കുക. സർവ്വധൈര്യവും കൊടുക്കുവാണ്. ചോർന്നു പോയ ധൈര്യം എല്ലാം പിടിച്ചടക്കി ഹരിയുടെ പോക്കറ്റിൽ തന്നെ വെച്ച് കൊടുക്കും നമ്മുടെ സേതു. അങ്ങനെ ചേട്ടനും അനിയനും കൂടെ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സേതു പറഞ്ഞു, ഈ രാത്രി നീ ഇങ്ങനെ ഇവിടെ വന്നു നിന്ന് നേരെ സമയം കളയാതെ നേരെ അച്ചുവിൻ്റെ അടുത്തേക്ക് മുറിയിലേക്ക് ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അതും പറഞ്ഞ് ഞാൻ വന്നോളാം സേതുവേട്ടൻ ശരി, ഞാൻ കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരിക്കട്ടെ എന്ന് ഹരി പറയാം. ശരിയെന്നും പറഞ്ഞിട്ട് സേതു അകത്തേക്ക് കയറി പോകുന്നത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല, ഇവരുടെ മണിയറ റെഡിയാക്കാനാണ്. അങ്ങനെ പല്ലവിയും സേതുവും കൂടെ ചെന്ന് അവരുടെ മണിയറ റെഡിയാക്കുക കേട്ടോ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ മണിയറ റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് എല്ലാ സഹായങ്ങളുമായിട്ട് ബേബി ചേച്ചി കൂടെയുണ്ട്. ബേബി ചേച്ചി എന്നിട്ട് പല്ലവിയോടും അതുപോലെ തന്നെ സേതുവിനോടും സംസാരിക്കുകയാണ്. നിങ്ങളെടുത്ത തീരുമാനമാണ് 100% ശരിയെന്നും ഒരിക്കലും ആ നിഖിലെന്ന് പറയുന്ന ചെറുക്കൻ നമ്മുടെ അച്ചുവിന് ചേർന്നതായിരുന്നില്ലെന്നും അവനും അവൻ്റെ കുടുംബക്കാരും മൊത്തത്തിൽ വശപ്പശക്കാരനെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബേബി ചേച്ചി ഇങ്ങനെ പറയാം. അപ്പോൾ ഇവരിതെല്ലാം പറഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് എല്ലാമായിട്ട് ബേബി ചേച്ചിയെ കൊണ്ട് പാലൊക്കെ തിളപ്പിച്ച് എല്ലാം സെറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഇതെല്ലാം ചെയ്ത് ഇവരെ റൂം ഇങ്ങനെ അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് പൂർണ്ണിമയ്ക്ക് ഈ കൊളുത്തി കൊടുത്തിട്ട് മക്കൾ പൂർണ്ണിമ ഇങ്ങോട്ട് പറഞ്ഞു വിടുന്നത്. പൂർണ്ണിമ വന്നപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ഇത് റെഡിയാക്കുമല്ലേ. കയറ് വന്നപ്പോഴത്തേക്കും പൂർണ്ണിമ രക്തരക്ഷസിനെ പോലെ വന്ന് നിൽക്കുന്നത്. എന്താ ഇവിടെ പരിപാടി എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ഇവരിങ്ങനെ നോക്കി. ഇന്ന് അച്ചുവിൻ്റെയും ഹരിയുടെയും ഫസ്റ്റ് നൈറ്റ് അല്ലേന്ന് ചോദിച്ചപ്പം ഈ വീട്ടിൽ ഇങ്ങനെ ഒരു ചടങ്ങ് നടത്താൻ പറ്റത്തില്ല എന്ന് പൂർണ്ണിമ പറഞ്ഞു. അതെന്താ അമ്മ അങ്ങനെ ചടങ്ങ് നടത്താൻ പറ്റാത്തതെന്ന് ചോദിച്ചപ്പം ഈ ഒരു കല്യാണം ഞാനായിട്ട് ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല, അതുകൊണ്ട് തന്നെ എൻ്റെ മകളെ അവൻ്റെ ഭാര്യയാക്കാൻ ഈ വീട് പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പൂർണ്ണിമ പറയാം. അപ്പോൾ ഈ വീട്ടിലെ അധികാരങ്ങളും അവകാശങ്ങളെ പറ്റി നമ്മുടെ സേതു ഇങ്ങനെ പറഞ്ഞു. അവൻ്റെ ഏതുണ്ടെങ്കിലും എൻ്റെ മുന്നിൽ അതൊന്നും വിലപ്പോവില്ലെന്നും ഇതിവിടെ നടക്കില്ലെന്നും പറഞ്ഞു. അവിടെ അലങ്കരിച്ച് വെച്ചിരുന്ന ബെഡ്ഷീറ്റും സകല സാധനങ്ങളും എടുത്ത് വലിച്ചെറിഞ്ഞ് പൊക്കി തകർത്ത് തരിപ്പണമാക്കി ആ മുറി.
ആ മുറി അങ്ങ് നശിപ്പിച്ച് കളഞ്ഞെന്ന് തന്നെ പറയാം. അവനെപ്പോലെ ഒരു അനാഥനെ എൻ്റെ കുഞ്ഞിനെ കൊടുക്കാൻ ഞാൻ ഒരിക്കലും തയ്യാറാവില്ലെന്നും അതുകൊണ്ട് തന്നെ അവനെ ഈ വീടിൻ്റെ മരുമകനായിട്ട് ഞാൻ അംഗീകരിക്കാത്തിടത്തോളം ഒന്നും നടക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് പൂർണ്ണിമ ഇങ്ങനെ ഭയങ്കര ഷൗട്ട് ചെയ്ത് സംസാരിക്കുക. അമ്മ കാര്യം മനസ്സിലാക്കാൻ പറഞ്ഞുകൊണ്ട് സേതു ഇങ്ങനെ പറയുമ്പോൾ വേണ്ട നിർത്തിക്കോ, എന്നെ ചതിച്ച നീ എന്നോട് മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം. ഇവർ പറയുന്നത് ഒന്നും കേൾക്കാൻ നമ്മുടെ പൂർണ്ണിമ തയ്യാറല്ല. പൂർണ്ണിമയ്ക്ക് ഈ ആദ്യരാത്രിയോടെ നടത്താൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. അങ്ങനെ പൂർണ്ണിമയുടെ വാശിക്കും ഇതിനായിട്ട് അപ്പോൾ പല്ലവി പറഞ്ഞു വേണ്ട സേതു ഏട്ടാ, അമ്മയ്ക്ക് താല്പര്യമില്ലാതെ ഒന്നും ഇവിടെ ചെയ്യണ്ട എന്ന് പറഞ്ഞു. പല്ലവി അത് പറയാൻ തുടങ്ങിയപ്പോൾ പിന്നെ പൂർണ്ണിമ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അമ്മയ്ക്ക് ഇഷ്ടമല്ലാതെ ഒന്നും ഇവിടെ ചെയ്യണ്ട വാന്നും പറഞ്ഞുകൊണ്ട് പല്ലവി സേതുവിനെ വിളിച്ചുകൊണ്ട് പോവുക. അപ്പോൾ ഇതെല്ലാം കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിട്ട് നമ്മുടെ പല്ലവി പറഞ്ഞു അമ്മയ്ക്ക് ഇന്നല്ലെങ്കിൽ നാളെ സേതുവേട്ടനെ അംഗീകരിക്കേണ്ടി വരും അമ്മയെന്നും പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ പല്ലവി ഇങ്ങനെ തുറച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ പൂർണ്ണിമ നിൽക്കുക കേട്ടോ, ഈ പോടി എന്നുള്ളൊരു രീതിയിൽ. എന്തായാലും അവരുടെ ആദ്യരാത്രി നടത്താൻ സകല വെല്ലുവിളികളുമായിട്ട് പൂർണ്ണിമ വന്നെങ്കിലും ഒന്നും വകവയ്ക്കാതെ അവരുടെ അഹങ്കാരം വലിച്ചെറിഞ്ഞുകൊണ്ട് നല്ല അന്തസ്സായിട്ട് അച്ചുവിൻ്റെയും ഹരിയുടെയും ആദ്യരാത്രി സേതു നടത്തുവാണ്. അതും വേറൊരു സാധാരണ അവർക്ക് ആർക്കും വേണ്ടാത്ത പണ്ട് നമ്മുടെ ഹരിയെ സേതുവും കിടന്നിരുന്ന പണ്ട് സാധാരണ ഒരു മുറി. അപ്പോൾ ആ മുറി നമ്മുടെ ബേബി ചേച്ചിയുടെ മുറിയായിരുന്നു. അപ്പോൾ ബേബി ചേച്ചി ഇവർക്ക് കൊടുക്കുക കേട്ടോ. അങ്ങനെ സ്വന്തം അമ്മ ചെയ്യാത്തത് വേലക്കാരിയായ അമ്മ അത് ചെയ്യുവാണ്. അതും ഹരി എൻ്റെ മകനാണെന്ന് പറഞ്ഞുകൊണ്ട് ആ മകൻ്റെ അവകാശം ഇങ്ങോട്ട് തന്നേക്കെന്നും പറഞ്ഞുകൊണ്ട് നിന്ന ബേബി ചേച്ചി. ആ ബേബി ചേച്ചിയുടെ റൂം തന്നെ വിട്ടു കൊടുത്തു ഇവർക്ക്. എന്നിട്ട് പിന്നെ അതൊക്കെ അലങ്കരിച്ച് അതൊക്കെ സെറ്റാക്കി ഹരി അങ്ങനെ ഇരിക്കുന്നു റൂമിൽ. ഹരിയാണെന്നുണ്ടെങ്കിൽ ആകെ വിഷമിച്ച് സങ്കടപ്പെട്ട് ആരോടും ഒന്നും പറയാനോ മിണ്ടാനോ പറയാനോ ആരുമില്ലാതെ ആകെ ഒറ്റപ്പെട്ട് തളയ്ക്കപ്പെട്ട ഒരവസ്ഥയിൽ ആ മുറിയിൽ അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ അച്ചു അങ്ങോട്ടേക്ക് പാലുമായിട്ട് വരിക. അച്ചു വന്ന് ഹരിയുടെ നേരെ ആ പാലങ്ങ് നീട്ടി. അത് കണ്ടപ്പോൾ നമ്മുടെ ഹരി അന്തം വിട്ടുപോയി. ഹരി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ ഉണ്ടാകും എന്നുള്ളത്. അച്ചു ആണെങ്കിൽ ഒരു കൂസലും ഇല്ല, ഇതൊന്നും തന്നെ ബാധിച്ചിട്ടേ ഇല്ല. തൻ്റെ ലൈഫ് താൻ ആഗ്രഹിച്ചതുപോലെ കിട്ടി, തനിക്ക് യോഗ്യനായ ഒരു ഭർത്താവിനെ കിട്ടിയതിൻ്റെ എല്ലാ സന്തോഷങ്ങളും എല്ലാ ബഹുമാനങ്ങളും ഹരിക്ക് കൊടുത്തുകൊണ്ടാണ് നമ്മുടെ അച്ചു ഹരിയുടെ അടുത്തേക്ക് വരുന്നത്. അപ്പോൾ അച്ചു ഇങ്ങനെ വന്ന് നിൽക്കുന്നത് കണ്ടപ്പോൾ ഹരി ഇങ്ങനെ അന്തം വിട്ട് അച്ചുവിനെ നോക്കുക. അപ്പോൾ അച്ചു ചോദിച്ചു എന്താ ഇങ്ങനെ നോക്കണേ? ശ്രീഹരി പാല് മേടിക്കാൻ പറഞ്ഞു. അച്ചു നിനക്ക് എങ്ങനെ ഇതിനൊക്കെ കഴിയുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് കഴിയുന്നു എന്ന് ശ്രീഹരി എന്താ പറയുന്നതെന്ന് ചോദിച്ചു. അല്ല ഇവിടുത്തെ ഈ പ്രശ്നങ്ങളൊക്കെ എന്ത് പ്രശ്നം വന്നാലും നമ്മുടെ വലിയേട്ടൻ നമ്മുടെ കൂടെ ഇല്ലേ, പിന്നെ എന്തിനാ ശ്രീഹരി വിഷമിക്കുന്നത്? എന്താ ശ്രീഹരിക്ക് എന്നെ വിവാഹം കഴിച്ചതിൽ യാതൊരു സന്തോഷവും ഇല്ലേ എന്നൊക്കെ അച്ചു ഇങ്ങനെ ശ്രീഹരിയോട് ചോദിക്കാം. അപ്പോൾ ഹരിക്കാണെങ്കിൽ ഒന്നും മിണ്ടാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. എന്താ ഞാൻ ചോദിച്ചത് കേട്ടില്ലേ? ഹരിക്ക് എന്നെ വിവാഹം കഴിച്ചതിൽ ഇഷ്ടമില്ലെങ്കിലും ഹരിയെ സ്വന്തമാക്കിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്ന് നമ്മുടെ അച്ചു ഹരിയോട് പറയണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അന്നേ ദിവസം അവരുടെ മനസ്സ് തുറന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയും അവരുടെ സന്തോഷം കണ്ടെത്തുക ശ്രമിക്കുകയും, പ്രത്യേകിച്ച് അച്ചുവാണ് എല്ലാത്തിനും മുൻകൈ എടുക്കുന്നത്. അങ്ങനെയൊക്കെ ഇവർ തമ്മിൽ മറ്റ് ശത്രുക്കളെയൊക്കെ പൊളിച്ചടുക്കിക്കൊണ്ട് ഹൃതികയും സ്വാതിയെയും ഒക്കെ പൊളിച്ചടുക്കിക്കൊണ്ട് അവരുടെ ജീവിതം ആരംഭിക്കുകയും അവരുടെ ജീവിതത്തിൽ കിട്ടേണ്ട സന്തോഷങ്ങളൊക്കെ അച്ചു തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ചേച്ചിയുടെ ജീവിതം തുടങ്ങുന്നതിൻ്റെ കുശുമ്പും കുന്നായ്മയും വേറൊന്നും കൊണ്ടല്ല, ഹരിയുള്ളതിൻ്റെ കുശുമ്പും കുന്നായ്മയും പകയും വിദ്വേഷവും എല്ലാം മൂത്ത് ഋതികയും സ്വാതിയും കൂടി ഇവരെ എങ്ങനെ തകർക്കണമെന്നുള്ള മാസ്റ്റർ പ്ലാനും തയ്യാറാക്കി അവിടെ ഇരിക്കുക. ഇരിപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ, കാര്യങ്ങളെല്ലാം ഇവിടെ നടക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അടിപൊളി വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ ഇന്നത്തെ കഥ വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. ആരും തന്നെ മിസ് ചെയ്ത് കളയരുതേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുവാണ്. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ 1000 നന്ദി അറിയിച്ച് നിർത്തുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.